ഇനി പോകുന്നത് വിപിൻ സി വിജയനിലേക്കാണ്. വിപിൻ, ഇന്നിപ്പോൾ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ വരുന്നു. അതിൽ കിറ്റ് വിവാദം ഉൾപ്പെടെ, വോട്ടിന് നോട്ട് ഇതുൾപ്പെടെ വരുന്നതിൽ കൂടുതൽ വന്നത് NDA ക്യാമ്പുകളിൽ NDAക്കെതിരെയാണ് വന്നത് എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് അറിയില്ല. പക്ഷേ വളരെ കൃത്യമായി തന്നെ സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമൊക്കെ ഇതിനെതിരെ പ്രതിരോധവുമായി രംഗത്തെത്തുന്നതും നമ്മൾ കണ്ടു. NDA സംബന്ധിച്ചിടത്തോളം സീറ്റ് കൂട്ടുക, ഓരോ സീറ്റും അവർക്ക് വളരെ നിർണായകമാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഓരോ സീറ്റും പ്രധാനപ്പെട്ടതാണ്. എത്ര സീറ്റുകൾ ലഭിക്കും എന്നുള്ളതിൽ തന്നെയാണ് അവരുടെ ഒരു നോട്ടം മുഴുവനും. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ അവസാന ലാപ്പിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? എന്താണ് അവരുടെ വിലയിരുത്തൽ? അസ്മിത, വലിയ പ്രതീക്ഷയിലാണ് NDAയും ഉള്ളത്. കാരണം അത് 1-2 സീറ്റുകൾ എന്നുള്ളതല്ല, ഒരു 6 സീറ്റിലെങ്കിലും കൃത്യമായ വിജയം ഉണ്ടാകുമെന്നുള്ളതാണ് BJP പ്രതീക്ഷയുള്ളത്. അതിൽ വട്ടിയൂർക്കാവുണ്ട്, നേമമുണ്ട്, പാലക്കാട്, തൃശ്ശൂർ, മഞ്ചേശ്വരം ഒക്കെ ഈ വിജയിച്ച് കയറാമെന്നുള്ള ഉത്തമ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും BJP ഉള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ അവർ A ക്ലാസ് മണ്ഡലമായി കരുതുന്ന മണ്ഡലങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി തന്നെ വലിയ ആരോപണങ്ങൾ അവർക്കെതിരെ വരുന്നു. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലേക്ക് അവസാന മണിക്കൂറുകൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള കാഴ്ച. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഒരു ഈസി വാക്ക് ഓവർ BJP കരുതിയിരുന്നുവെങ്കിലും ഇപ്പോഴത് ആ ഒരു ആത്മവിശ്വാസം തന്നെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നു. അവിടെ നോട്ട് കൊടുത്തു എന്നുള്ള ഒരു ആരോപണം വരുന്നു. മറ്റൊന്നുള്ളത് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു കിറ്റ് വിവാദം തൃശ്ശൂരിൽ നിന്ന് ഉയർന്നു വരുന്നു. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കുക, അതിൻ്റെയൊക്കെ ഒരു ആശങ്കയിലേക്ക് BJP പല ഘട്ടങ്ങളിലും മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും തന്നെ വോട്ടിംഗ് ശതമാനത്തിൽ അല്ലെങ്കിൽ വിജയത്തിൽ പ്രതിഫലിക്കുകയില്ല. ഇതെല്ലാം തന്നെ കെട്ടിച്ചമച്ചതാണ് എന്നുള്ളതാണ് നേതാക്കളുടെ ഇതുവരെയുള്ള പ്രതികരണം. അപ്പോൾ ഇത് വരുന്ന മണിക്കൂറുകളിൽ വലിയ തുടർചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ NDAയുടെ ഒരു പ്രചാരണം നോക്കുകയാണെങ്കിൽ അത് നരേന്ദ്രമോദി തന്നെ നേരിട്ട് നയിക്കുകയാണ് എന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു ദേശീയ നേതാക്കൾ കൂട്ടത്തോടെ കേരളത്തിലേക്ക് വന്നത്. നരേന്ദ്രമോദി തന്നെ 2 തവണ വരുന്നു, മറ്റ് അമിത്ഷാ വരുന്നു, രാജ്നാഥ് സിംഗ് വരുന്നു. ഇവരൊക്കെ തന്നെ കേരള സർക്കാരിനെയും ഒപ്പം തന്നെ UDFനെയും ഒരുപോലെ തന്നെ അടച്ച് വലിയ വിമർശനങ്ങൾ അവർ ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്നു. റോഡ് ഷോകൾ നടത്തുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷ കേരളത്തിൽ അവർ വെച്ചു പുലർത്തുന്നു. ഒരു ഘട്ടം കൂടിയാണ് തൃശ്ശൂരിലെയും മഞ്ചേശ്വരത്തും പാലക്കാടും വിജയിച്ച് കയറാമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴുണ്ടോ. മറ്റ് സ്ഥലങ്ങളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ ആ ഒരു 25% വോട്ടിംഗ് ശതമാനം എത്തിക്കാം എന്നുള്ളതായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു ലക്ഷ്യം. എങ്കിൽ അത് 14% ചുരുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തിയ ഒരു ഘട്ടത്തിൽ ആദ്യം തന്നെ A ക്ലാസ് മണ്ഡലങ്ങൾ തിരിക്കുന്നു. അവിടെയെല്ലാം തന്നെ പ്രധാന നേതാക്കൾ മത്സരിക്കുമെന്നുള്ളത് പ്രഖ്യാപിക്കുന്നു. ഈ അതൊരു വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലായിരുന്നു. അത് നിറവേറ്റപ്പെടുമോ എന്നുള്ളതും ഒരു പ്രധാന ചോദ്യമായി നിൽക്കുന്നു. മറ്റൊന്നുള്ളത് മുന്നണി വിപുലീകരണമായിരുന്നു. 2020 ഒപ്പം കൂട്ടുന്നു. മധ്യ കേരളത്തിൽ അങ്ങനെ പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നുണ്ട്. പക്ഷേ പല സീറ്റുകളും 2020 നൽകേണ്ടിയിരുന്നില്ല എന്നുള്ള അടിത്തട്ടിലുള്ള അസ്വാരസ്യങ്ങൾ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പില്ല. ഒപ്പം തന്നെ FCRAയും തിരിച്ചടിക്കുമോ എന്നൊരു ആശങ്കയുണ്ട്. പക്ഷേ എങ്കിലും BJPക്ക് വിജയിച്ച് കയറാവുന്ന ഒരു തലത്തിലേക്ക് മാറിയിട്ടുണ്ട് പല മണ്ഡലങ്ങളും എന്നുള്ള ഒരു വിലയിരുത്തൽ BJPക്കകത്തും NDAക്കകത്തുമുണ്ട്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.